യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ സൗഖ്യദായകൻ പാപമോചകൻ സൗഖ്യദായകൻ പാപമോചകൻ യേശുവേകരക്ഷകൻ യേശുവേകരക്ഷകൻ കരുണാമയൻ സ്നേഹഗായകൻ കരുണാമയൻ സ്നേഹഗായകൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ആരിലും വലിയവൻ വലിയവൻ അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് അത്ഭുതങ്ങളുടെ രാജാവ് വിടുതലിൻ്റെ ആത്മാവ് ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും ദുഃഖവും ഭയവും നിരാശയും എല്ലാം വിട്ടുപോകും യേശു യേശു ആരിലും വലിയവൻ വലിയവൻ യേശു യേശു ആരിലും വലിയവൻ വലിയവൻ ഹല്ലേലൂയ 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. നാം ഇന്ന് പെസഹ വ്യാഴാഴ്ചയുടെ ആഴമായ സന്തോഷത്തിൻ്റെ അനുഭവത്തിലേക്ക് കടക്കുവാനായിട്ട് പോവുകയാണ്. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നു പോകലെന്നാണ്. ഈജിപ്തിൻ്റെ അടിമത്തത്തിലായിരുന്ന ഇസ്രായേൽ ജനത്തെ മോശ എന്ന ഒരു വ്യക്തിയിലൂടെ ദൈവം അടയാളങ്ങളും അത്ഭുതങ്ങളുമൊക്കെ പ്രവർത്തിച്ച് ആ ജനത്തെ പുറത്തേക്ക് കൊണ്ടുവരികയാണ്. അന്ന് മോശയ്ക്ക് ദൈവമായ കർത്താവ് കൊടുത്ത ഒരു വലിയ നിർദ്ദേശമായിരുന്നു, ഞങ്ങൾ പെസഹ ആചരിക്കണം. പെസഹ ആചരണത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവർക്ക് ദൈവമായ കർത്താവ് നൽകുന്നുണ്ട്. ഊനമറ്റ ഒരു മുട്ടാടിനെ കൊല്ലുക, അതിൻ്റെ രക്തമെടുത്ത് കട്ടിളപ്പടിയിലും മേൽപ്പടിയിലുമെല്ലാം പുരട്ടുവാനായിട്ടാണ് പറയുന്നത്. ആ മുട്ടാടിൻ്റെ മാംസം ആ ഭവനത്തിലുള്ള എല്ലാവരും ഭക്ഷിക്കണം. അരമുറുക്കി ചെരുപ്പുകൾ അണിഞ്ഞ് വസ്ത്രമണിഞ്ഞ് കൈകളിൽ വടിപിടിച്ച് വളരെ വേഗം ആ ഭക്ഷണം കഴിക്കണമെന്നാണ് പറയുന്നത്. ആ പെസഹായെക്കുറിച്ച് കർത്താവ് വലിയ ഒരു അരുളപ്പാട് മോശയ്ക്ക് നൽകിയത്. ഇസ്രായേൽ ജനം ആ പെസഹ വളരെ ഒരുക്കത്തോടുകൂടി ഭക്ഷിച്ചു. ഈജിപ്തിൽ വലിയ ഒരു നിലവിളി ഉയരുകയാണ്. ദൈവം സംഹാരദൂതനെ അയച്ചു. ഈജിപ്തിലെ ഓരോ കുടുംബത്തിലെയും ആദ്യത്തെ സന്തതികളെ, കടിഞ്ഞൂലുകളെ വധിച്ചുകൊണ്ട്, മൃഗങ്ങളിലെ കടിഞ്ഞൂലുകളെ വധിച്ചുകൊണ്ട് സംഹാരദൂതൻ കടന്നു പോവുകയാണ്. ഇസ്രായേൽ ഭവനത്തിലേക്ക് ഈ സംഹാരദൂതൻ പ്രവേശിക്കുന്നില്ല. കാരണം അവിടെ കുഞ്ഞാടിൻ്റെ രക്തത്താൽ മുദ്ര ഇടപെട്ട് ഇസ്രായേൽ മക്കൾ വേർതിരിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. പുതിയ നിയമത്തിൻ്റെ കാലഘട്ടത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തു തൻ്റെ രക്തത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങി. യേശു തൻ്റെ രക്തം കൊണ്ട് നമ്മളെ മുദ്ര ഇട്ടിരിക്കുക. ഞാനും നിങ്ങളും പെസഹ
കടന്നുപോകലാണ്. ദുഃഖത്തിലൂടെ കടന്നു പോകുന്നു, വേദനകളിലൂടെ കടന്നു പോകുന്നു, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നു, തകർച്ചകളിലൂടെ കടന്നു പോകുന്നു, മുറിവേൽക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു. അതുമാത്രമല്ല, മനുഷ്യൻ്റെ ജീവിതത്തിൽ സന്തോഷങ്ങളിലൂടെ അവൻ കടന്നു പോകുന്നു, ആനന്ദത്തിൻ്റെ അനുഭവങ്ങളിലൂടെ, ആഘോഷത്തിൻ്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോവുക. ജീവിതത്തിൻ്റെ അന്ത്യത്തിലോ ഈ ഭൂമിയെ വിട്ട്, ഈ ലോകത്തെ വിട്ട് നമ്മൾ കർത്താവിങ്കിലേക്കുള്ള കടന്നുപോകലിലേക്ക് വരികയാണ്. പുതിയ നിയമ പുസ്തകത്തിൽ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൽ നാം വായിക്കുകയാണ്. 17 വചനങ്ങൾ. അവർ പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 പേരും ഒരുമിച്ച് വന്നു. അവർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ യേശു പറഞ്ഞു, ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു, എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. അവർ ദുഃഖിതരായി. യേശുവിൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ എല്ലാവരും ദുഃഖിതരാവുകയാണ്. അവരുടെ സമൂഹത്തിൽ ഏതോ ഒരു വ്യക്തി ഗുരുവിനെ ഒറ്റിക്കൊടുക്കുമെന്ന് ഗുരു തന്നെ പറയുക. ആ വാക്കുകളിലൂടെ യേശു തൻ്റെ ഹൃദയത്തിൽ അനുഭവിക്കുന്ന കഠിനമായ വ്യഥയാണ് നമുക്ക് മനസ്സിലാവുന്നത്. താൻ കൂടെ കൊണ്ടുവരുന്നവർ, താൻ ഏറെ സ്നേഹിച്ചവരിൽ ഒരുവൻ ഒറ്റിക്കൊടുക്കാനായിട്ട് പോകുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ ഇതൊക്കെ നേരായ അനുഭവങ്ങൾ തന്നെയാണ്, ഒറ്റിക്കൊടുക്കപ്പെട്ട അനുഭവങ്ങൾ. ജീവിതത്തിൽ പിന്നിൽ നിന്ന് നമ്മൾ സ്നേഹിച്ചവർ തന്നെ നമ്മളെ കുത്തിമുറിവേൽപ്പിച്ചു. വഞ്ചിക്കപ്പെട്ട അനുഭവങ്ങൾ, തിരസ്കരിക്കപ്പെട്ട അനുഭവങ്ങൾ, അങ്ങനെ ജീവിതത്തിലെ വ്യത്യസ്തമായ അനുഭവങ്ങളിലൂടെ നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുക. യേശു തൻ്റെ ഹൃദയത്തിലെ വലിയ വേദനയിൽ നിന്നാണ് ഇത് പറയുന്നത്. നിങ്ങളിൽ ഒരുവൻ എന്നെ ഒറ്റിക്കൊടുക്കും. ഇത് കേട്ടപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാർ എല്ലാവരും ദുഃഖിതരായി. അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് ദുഃഖം ഇരച്ചു കയറുകയാണ്. അവർ പരസ്പരം ചോദിക്കുന്നു, അത് ഞാനല്ലല്ലോ. യേശുവിനോട് ചോദിക്കുന്നു, അത് ഞാനല്ലല്ലോ. അപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ ഈ പാനപാത്രത്തിൽ കൈമുക്കുന്ന ഒരുവൻ തന്നെ എന്നെ ഒറ്റിക്കൊടുക്കുമെന്ന്. അപ്പോൾ യേശു പെസഹ ഭക്ഷിക്കാനായിട്ടിരിക്കുമ്പോൾ, വിശുദ്ധ കുർബാന സ്ഥാപിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യനുമൊത്തിരിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയം നിറയെ സങ്കടമായിരുന്നു, യേശുവിൻ്റെ ഹൃദയം നിറയെ വേദനയായിരുന്നു. ആ പങ്കുവയ്ക്കലിൻ്റെ ആ ആഴമായ ബലി സമർപ്പണത്തിലേക്ക് യേശു വരുന്നതിന് മുൻപ് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകിയ ആഴമായ ഒരു എളിമയുടെ ശുശ്രൂഷയിലേക്ക് ദൈവപുത്രനായ ക്രിസ്തു കടന്നു വരികയാണ്. നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ ആഴമായ ഒരു എളിമപ്പെടലിൻ്റെ ആവശ്യകത ഈ പെസഹായിൽ കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്. നിനക്ക് എത്രമാത്രം എളിമപ്പെടുവാൻ സാധിക്കുമോ, ആ എളിമപ്പെടലിൻ്റെ അളവ് എത്രമാത്രമാണോ അതനുസരിച്ചായിരിക്കും ദൈവത്തിൻ്റെ മഹത്വം നിന്നിൽ വെളിപ്പെടുക. നീ എത്രമാത്രം താഴേക്കിറങ്ങി വന്ന് കാൽപാദങ്ങൾ കഴുകുവാൻ തുടങ്ങുന്നുവോ അതനുസരിച്ചാണ് ആത്മാവിൻ്റെ അഭിഷേകത്തിലും കൃപയിലും ദൈവസ്നേഹത്തിനും നിറവിലും നീ വളരുവാനായിട്ട് പോകുന്നത്. നമ്മളെ വേദനിപ്പിച്ചവർക്കും ഒറ്റിക്കൊടുത്തവർക്കും പിന്നിൽ നിന്ന് കുത്തിയവർക്കുമൊക്കെ നിരുപാധികം ക്ഷമ കൊടുക്കുന്ന ഒരനുഭവത്തിലേക്ക് ഈ പെസഹ വ്യാഴാഴ്ച നമുക്ക് കടന്നു വരണം. നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലേക്കൊക്കെ നമ്മൾ വരുന്നുണ്ട്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ അപ്പമുണ്ടാക്കി നമ്മൾ മുറിക്കുന്നുണ്ട്. ആ അപ്പം മുറിക്കലിന് മുമ്പ് തന്നെ നമുക്ക് തീരുമാനമെടുക്കാം. നമ്മുടെ കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ, അയൽക്കാർ, അവരോടൊക്കെ ഒന്ന് ക്ഷമിക്കുവാൻ, വിട്ടുവീഴ്ച ചെയ്യുവാൻ, മനസ്സുള്ള വെറുപ്പൊക്കെ ഒന്ന് ഉപേക്ഷിച്ച് ഒന്ന് സ്നേഹത്തിലായിക്കൊണ്ട് നമ്മുടെ ഭവനത്തിലും അപ്പം മുറിക്കുവാനൊക്കെ നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാം.
ഓരോ അപ്പം മുറിക്കൽ ശുശ്രൂഷയിലും അപ്പം മുറിക്കുവാനായിട്ട് ഒരു കത്തി ഉപയോഗിക്കുന്നുണ്ട്. അപ്പം മുറിക്കുവാൻ വേണ്ടി ആ ഉപയോഗിക്കുന്ന കത്തി അത് മുറിക്കുവാൻ വേണ്ടി ഉപയോഗിക്കാം. ഒരുപക്ഷെ യേശുവിൻ്റെ ജീവിതത്തിലും മുറിക്കപ്പെടുന്ന ഒരനുഭവത്തിലേക്ക് തന്നെ വിട്ടുകൊടുക്കുന്നതിന് മുമ്പ് ആഴത്തിലുള്ള മുറിവ് ഹൃദയത്തിൽ ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ് യേശു തൻ്റെ ശിഷ്യന്മാരുടെ കാൽപാദങ്ങൾ കഴുകുന്നത്. പത്രോസിൻ്റെ കാൽപാദം യേശു വലിയ സ്നേഹത്തോടെ കഴുകുന്നുണ്ട്. പത്രോസ് പറയുന്നു, ഗുരുവേ, എൻ്റെ കാൽപാദം അങ്ങ് കഴുകരുത്. അപ്പോൾ യേശു പറയുന്നു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ആ കഴുകൽ, യേശു നമ്മെ കഴുകുന്നു എന്ന് പറയുന്നത് നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു ആഴമായ ദൈവാനുഭവമാണ്. യേശു നമ്മളെ കഴുകിയെങ്കിലേ യേശുവിനോട് കൂടെ നമുക്ക് പങ്ക് ഉണ്ടാവത്തുള്ളൂ. യേശുവിനോട് പങ്കു ചേരുക എന്ന് പറഞ്ഞാൽ അവൻ്റെ പീഡാനുഭവത്തിലേക്കുള്ള കടന്നുപോകലിലേക്ക് നമ്മൾ വരികയാണ്. പെസഹായിലൂടെ ശിഷ്യന്മാരുടെ കാൽപാദം യേശു കഴുകി. പത്രോസിൻ്റെ കാൽപാദം കഴുകിയ യേശു യൂദാസിൻ്റെ കാൽപാദവും കഴുകുകയാണ്. തന്നെ അടുത്ത മണിക്കൂറിൽ 30 വെള്ളി നാണയങ്ങൾക്ക് ഒറ്റിക്കൊടുക്കാൻ പോകുന്ന പ്രിയ ശിഷ്യൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കി ആ കാൽപാദങ്ങൾ കഴുകുന്ന ലോകത്തിൻ്റെ രക്ഷകൻ, ലോകത്തിൻ്റെ നാഥൻ യൂദാസിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുകയാ. പത്രോസിൻ്റെ മുൻപിൽ മുട്ടുകൾ മടക്കുകയാ. തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ മുൻപിൽ മുട്ടുകൾ മടക്കുകയാ. ലോകത്തിൻ്റെ രക്ഷകൻ മുട്ടുകൾ മടക്കി ആ പാദങ്ങൾ കഴുകുക. മുട്ടുകൾ മടക്കുക എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു ആത്മീയ യാഥാർത്ഥ്യം ഇതാണ്: നമ്മൾ എളിമപ്പെടുക, ഭൂമിയോളം താഴുവാൻ. ആരുടെ മുൻപിലും എത്രമാത്രം താഴാൻ പറ്റുമോ അത്രമാത്രം താഴുവാൻ യേശു നമ്മളെ പഠിപ്പിക്കുകയാ. ഒറ്റിക്കൊടുക്കാനിരുന്നവൻ്റെ മുൻപിൽ മുട്ടുമടക്കിയ ലോകത്തിൻ്റെ രക്ഷകനാ എൻ്റെയും നിങ്ങളുടെയും കർത്താവ്. ആ പെസഹായിൽ യേശു ആ വലിയ മാതൃക കാണിച്ചു തന്നതിന് ശേഷമാണ് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഹല്ലേലൂയ. ആഴമായ ഒരു ക്ഷമയിലേക്ക് നമുക്ക് വരാം. നമ്മളെ വേദനിപ്പിച്ചവർക്കൊക്കെ പെസഹ ഭക്ഷിക്കുന്നതിന് മുൻപ് നമുക്ക് ക്ഷമ കൊടുക്കാം. അപ്പം മുറിക്കാൻ ഉപയോഗിക്കുന്ന കത്തി അത് മുറിവേൽപ്പിക്കുന്നതാണ്. നമ്മളെ മുറിവേൽപ്പിച്ച ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിലേക്ക് ഒന്ന് കൊണ്ടുവരാം. നമുക്ക് അവർക്കൊക്കെ മാപ്പ് കൊടുക്കാം. അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിന് പങ്കെടുത്ത ഒരു സഹോദരി എന്നോട് പങ്കുവെച്ച ഒരു അനുഭവമാണിത്. അവളുടെ ഭർത്താവ് അവളെ ഉപേക്ഷിച്ച് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയി. അവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവൾ പറയുക, എൻ്റെ ജീവിത പങ്കാളിയോട് ഞാൻ ക്ഷമിച്ചു, ഞാൻ മാപ്പ് കൊടുത്തു. ഇങ്ങനെയൊക്കെ എന്നോട് ചെയ്ത, കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് എന്നെ ഉപേക്ഷിച്ച് കടന്നുപോയ ആ മകന് ഞാൻ മാപ്പ് കൊടുത്തു. എൻ്റെ ഭർത്താവിനോട് എനിക്ക് ഒരു വിരോധവുമില്ല. ഞാൻ ജീവിച്ചത് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ്. എൻ്റെ 2 ആൺകുഞ്ഞുങ്ങൾ. അവൾ എൻ്റെ മുൻപിൽ നിന്ന് പൊട്ടിക്കരയുക. ഈ ആൺകുഞ്ഞുങ്ങൾ ഒരു ദിവസം മുറ്റത്തുനിന്ന് കളിക്കുകയാണ്. അടുത്ത പറമ്പിൽ ഒക്കെ ഇങ്ങനെ പോകും കുഞ്ഞുങ്ങൾ. അടുത്ത പറമ്പുകാരൻ്റെ അവിടെ പറമ്പിൽ ഒരു ചെറിയ കുഴിയുണ്ട്, മണ്ണെടുത്ത കുഴിയാണ്. ആ മണ്ണെടുത്ത കുഴിയിൽ ചെളിയും മഴ പെയ്ത വെള്ളവുമൊക്കെ കിടക്കുകയാണ്. കുഞ്ഞുങ്ങൾ ഇങ്ങനെ കളിച്ച് ഓടി ഏതോ വഴിക്ക് ഇളയ ആൺകുട്ടി ആ കുഴിക്കുള്ളിൽ വീണു. ആ ചേറിൻ്റെ ഉള്ളിൽ വീണ ആ കുഞ്ഞ് അവിടെ ആ ചേറിൽ മുങ്ങി മരിക്കുകയാണ്. അവനെ രക്ഷിക്കുവാനായിട്ട് ചേട്ടനും എടുത്തു ചാടി. 2 പേരും ചെളി ഉണ്ടായിരുന്ന ആ ചേറിനകത്ത് ആ ചെളിക്കും ഉള്ളിൽ മുങ്ങി ആ 2 കുഞ്ഞുങ്ങളും മരിച്ചു.
7 വയസ്സും 5 വയസ്സുള്ള 2 ആൺകുഞ്ഞുങ്ങൾ. ആ സഹോദരി വാവിട്ടു നിലവിളിക്കുക. അവൾ പറയുക, എൻ്റെ ഭർത്താവ് എന്നെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു സ്ത്രീയോടൊപ്പം പോയപ്പോൾ നിരുപാധികം ഞാൻ ക്ഷമിച്ചു. ആ മനുഷ്യനെ ഞാൻ സ്നേഹിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. എൻ്റെ ജീവിതം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഈ 2 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചത്. അത് കഴിഞ്ഞ് ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എന്നോട് ചോദിച്ചു, ഇനി ഞാൻ ആർക്കു വേണ്ടി ജീവിക്കും? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കും? ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കും? എനിക്കിന്ന് ആരുമില്ല. അവളുടെ കണ്ണുനീരിന് മുൻപിൽ ശരിക്കും ഞാൻ അല്പസമയം മൗനമായിട്ട് നിന്നു. ഒത്തിരിയേറെ ഹൃദയത്തിൽ വേദന തോന്നി. അവൾ എൻ്റെ മുമ്പിൽ നിന്ന് കരയുക. അല്പസമയം എന്തൊക്കെയോ ഞാൻ ആശ്വാസമൊക്കെ പറഞ്ഞു കൊടുത്ത് ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അവൾ മുറിക്കപ്പെടുകയായിരുന്നു. നല്ല ഒരു സഹോദരി, നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന നല്ലൊരു സഹോദരിയാണ്. ജീവിതത്തിൻ്റെ നാളുകളിൽ അവൾ എന്നോട് പറഞ്ഞു, ഒരിക്കലും തെറ്റിൻ്റെ വഴിയിലോ പാപത്തിൻ്റെ വഴിയിലോ ഞാൻ പോയിട്ടില്ല. അത്രമാത്രം വിശുദ്ധിയിലാണ് ഞാൻ ജീവിച്ചത്. പക്ഷെ എൻ്റെ ജീവിതത്തിൽ വന്നതെല്ലാം ഈ അനുഭവങ്ങൾ തന്നെയാണ്. നോക്കുക, അവൾ പെസഹായ്ക്കുള്ള ഒരു കുഞ്ഞാടിനെ പോലെ ജീവിതത്തിൽ വലിയായിട്ട് തിരികുക. അവൾ ചോദിക്കുന്നു, ഇനി ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ഓരോ പെസഹായും ഓരോ കടന്നുപോകല. ഇതുപോലെ ജീവിതത്തിൽ കണ്ണുനീരിലും ദുഃഖത്തിലും വേദനയിലും ജീവിക്കുന്ന എത്രയോ മനുഷ്യ ജീവിതങ്ങളുണ്ട്. മക്കൾ നഷ്ടപ്പെട്ടവർ, ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടവർ, മക്കളാൽ ഒത്തിരിയേറെ തകർക്കപ്പെടുന്ന മാതാപിതാക്കൾ. കണ്ണുനീര് ഈ പെസഹ കടന്നുപോകൽ തന്നെയാണ്. യേശുവും ഹൃദയം നിറയെ വലിയ ദുഃഖത്തിലാണ് പെസഹ ഭക്ഷിക്കുവാനായിട്ട് തൻ്റെ ശിഷ്യന്മാരോട് തിരുന്നത്. യേശുവിൻ്റെ ഹൃദയം നിറയെ സങ്കടവും വേദനയായിരുന്നു. ലോകത്തിൻ്റെ മാനവരാശിയുടെ മുഴുവൻ പാപത്തെ ഓർത്തുകൊണ്ട് ഒത്തിരി സങ്കടപ്പെട്ട യേശു, മാനവരാശിയുടെ പാപത്തിൽ, മാനവരാശിയുടെ തകർച്ചയിൽ, സാത്താൻ്റെ അടിമത്തത്തിലായിരിക്കുന്ന ലോക ജനതയെ ഓർത്ത് ഇന്നും കർത്താവായ യേശു സങ്കടപ്പെടുക, വേദനിക്കുക. അവനന്ന് കർത്താവായ യേശു ക്രിസ്തു അന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ചു തൻ്റെ ശിഷ്യന്മാർക്ക് പങ്കുവെച്ചു നൽകി. ഓരോ പെസഹായും ജീവിതം പങ്കുവെച്ച് മുറിച്ചു കൊടുത്ത് അവസാനം കടന്നു പോകുന്ന ജീവിതമായിട്ട് മാറുന്ന അനുഭവമാണ് പെസഹ എന്ന് പറയുന്നത്. ഈ അടുത്ത നാളിൽ നമ്മുടെ ധ്യാനത്തിന് പങ്കെടുക്കുന്ന ഒരു പെറ്റമ്മ എന്നോട് പറയുക, അമ്മയുടെ മകൾ പ്രസവത്തോടുകൂടി മരിച്ചുപോയി. പ്രസവത്തോടുകൂടി തൻ്റെ മകൾ മരിച്ചു. ആ കുഞ്ഞിനെ വളർത്തുന്നത് അമ്മയാണ്. ആ കുഞ്ഞും അമ്മയുടെ കയ്യിലുണ്ട്. നോക്കുക, പ്രസവത്തോടുകൂടി അമ്മ മരിച്ചുപോയി. ആ കുഞ്ഞിന് വേണ്ടി അവൾ അവിടെ ബലിയായിട്ട് തീരുകയാണ്. അവൾ ആ കുഞ്ഞിന് ജീവൻ കൊടുത്തിട്ട് മരണത്തിലേക്ക് കടന്നു പോവുക, നിത്യജീവനിലേക്ക് കടന്നു പോവുക. പെസഹ എന്ന വാക്കിൻ്റെ അർത്ഥം കടന്നുപോകലെന്ന. ആ കടന്നുപോകലിലൂടെ ഓരോ ദിവസവും നമ്മൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇടുങ്ങിയ വഴികൾ, മുള്ളു നിറഞ്ഞ പാതകൾ, നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകൾ, കല്ലേറിൻ്റെ ജീവിത അനുഭവങ്ങൾ, മനസ്സ് മുഴുവൻ സങ്കടം നിറയുന്ന വേദനകൾ. അങ്ങനെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ ജീവിതത്തിൽ ഓരോ ദിവസവും പിന്നിടുകയാണ്. ഇവിടെ ആശ്വാസത്തിന് നമ്മുടെ കൂടെ മുറിവേറ്റവനായ യേശു ഉണ്ട്. യേശുവും ഇതുപോലെ മുറിവുകളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, ഹൃദയ ദുഃഖങ്ങളിലൂടെയാണ് യേശുവും കടന്നുപോയത്. ആ പെസഹ ഭക്ഷിക്കുമ്പോഴും അപ്പം മുറിച്ചു കൊടുക്കുമ്പോഴും തൻ്റെ ക്രൂശ് മരണം മുൻപിൽ കണ്ടുകൊണ്ട് തന്നെയാണ് യേശു അതെല്ലാം ചെയ്തത്. അവൻ അപ്പമെടുത്തു, ആശീർവദിച്ചു, മുറിച്ചു. നമ്മുടെ ജീവിതം മുറിക്കപ്പെടുവാൻ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം. ഇന്ന് പെസഹ അപ്പം നമ്മുടെ വീട്ടിൽ മുറിക്കുമ്പോൾ നമുക്ക് എല്ലാവരോടും ക്ഷമിക്കാം.
നമ്മുടെ ഹൃദയത്തിൽ നിന്ന് പുറത്താക്കിയവരെയൊക്കെ നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു കോണിലേക്ക് അവരെയൊക്കെ നമുക്ക് സ്വീകരിക്കാം. അതുപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ദുഃഖങ്ങളും വേദനകളും നൊമ്പരപ്പെടുത്തുന്ന ഓർമ്മകളുമൊക്കെ യേശുവിന് കൊടുക്കാം. യേശു പറഞ്ഞു, ഞാൻ നടന്ന വഴിയിലൂടെ തന്നെ നിങ്ങളും നടക്കണം. അവൻ നടന്ന വഴി വേദനയുടെയും സങ്കടത്തിൻ്റെയും തകർക്കപ്പെടലിൻ്റെയും അവഗണിക്കപ്പെടലിൻ്റെയും ഒക്കെ അനുഭവത്തിലൂടെയാണ് കടന്നുപോയത്. നമുക്ക് ക്രിസ്തുവിൻ്റെ കൈകളിൽ മുറുകെ പിടിക്കാം, അവൻ്റെ വഴികളിലേക്ക് ഇറങ്ങാം, അവനോടൊപ്പം നടക്കാം. ആ യാത്ര കടന്നുപോകലിലേക്കാണ്. ജീവിതം മുഴുവൻ മുറിക്കപ്പെടാൻ കൊടുത്തുകൊണ്ട്, തകർക്കപ്പെടാൻ വിട്ടുകൊടുത്തുകൊണ്ട് അനേകർക്ക് ജീവൻ കൊടുക്കുന്നവരായി, അനേകർക്ക് നന്മ ചെയ്യുന്നവരായി, അനേകർക്ക് അനുഗ്രഹമായിട്ട് നമുക്ക് മാറാം. ഈ പെസഹ നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റത്തിൻ്റെ കാഹളമായിട്ട് മുഴങ്ങട്ടെ. യേശു ജീവൻ്റെ അപ്പമായിട്ട് മാറി. ഞാനാണ് ജീവൻ്റെ അപ്പം. വിശുദ്ധ കുർബാന സ്ഥാപിച്ചു. അവൻ തൻ്റെ സ്നേഹത്തിൻ്റെ കൂദാശ സ്ഥാപിച്ചു. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതം സ്നേഹത്തിൻ്റെ ബലിയായി തീരട്ടെ. പെസഹായുടെ എല്ലാ നന്മകളും ശാലോം പ്രേക്ഷകർക്ക് ആശംസിക്കുന്നു. എല്ലാവരെയും കർത്താവ് നല്ല ബലിവസ്തുക്കളാക്കി തീർക്കട്ടെ എന്ന് ആശംസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ആമേൻ. കർത്താവ് ചെയ്ത അത്ഭുതകരമായ ഒരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ്. വളരെ ഹൃദയസ്പർശിയാണ് ഈ അനുഭവം. അത് നമുക്ക് കേൾക്കാം. ഇവർ ഗാന്ധിപുരത്ത് നിന്ന് അല്ലേ? ഗാന്ധിപുരം. ദൈവത്തിന് സ്തുതി. എൻ്റെ പേര് ലിൻസി, ഹസ്ബൻഡ് പേര് റെക്സ്. ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ് 5 കൊല്ലം കഴിഞ്ഞു. കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളുടെ ഇടവയിൽ തന്നെ ഒരു ബ്രദർ ഉണ്ടായിരുന്നു, ജോർജ് കുട്ടി സാർ പറഞ്ഞിട്ട്. ആ ബ്രദർ പറഞ്ഞായിരുന്നു തുടർന്ന് മത്തേയി സുവിശേഷം വായിക്കാൻ പറഞ്ഞിട്ട്. അതിന് വായിച്ച് എനിക്ക് കൺസീവായി. ലാസ്റ്റ് അധ്യായം വായിച്ച് കഴിയുമ്പോഴാണ് എനിക്ക് കൺസീവായ റിപ്പോർട്ട് എനിക്ക് കിട്ടിയത്, കൺസീവാണെന്നുള്ളത്. പിന്നെ ട്വിൻസാണ്. പിന്നെ എല്ലാം കഴിഞ്ഞ് February 2 ഈ കൊല്ലം എനിക്ക് ഡെലിവറി ആയിരുന്നു. അന്ന് ഇവർ ഭയങ്കര കോംപ്ലിക്കേറ്റ് ആയിരുന്നു. അപ്പോൾ ഇവന് 2 കുട്ടികളും 1 കുട്ടി ഇല്ലയെന്നാണ് പറഞ്ഞത്. അതായത് ഫിറ്റ്സ് വന്നു. അവന് ഫിറ്റ്സ് വന്നിട്ട് ഡോക്ടർ പറഞ്ഞു കുട്ടി 1 കുട്ടിയേ ഉള്ളൂ, 1 കുട്ടി നിങ്ങൾക്ക് വേണ്ടോ വേണ്ടെന്ന് തീരുമാനിക്കാൻ പറഞ്ഞു. സഹോദരിയുടെ ഗർഭപാത്രത്തിലുള്ള 2 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിന് ഫിക്സ് ഉണ്ടായിട്ട് മരിച്ച അവസ്ഥയിലാണ് അല്ലേ? കുഞ്ഞ് മരിച്ച അവസ്ഥയിലാണ്. കുഞ്ഞിനെ കിട്ടത്തില്ല, കുഞ്ഞ് മരിച്ചു. അപ്പം അതിന് ഭർത്താവിനോട് ഒപ്പിട്ടു. നിങ്ങൾക്ക് പൈസ ചെലവാക്കി നിങ്ങൾ നോക്കുകയാണെങ്കിൽ നോക്കാം, പക്ഷെ പ്രതീക്ഷയില്ല. ഒപ്പിട്ട് എല്ലാം വാങ്ങി. ആ അവസ്ഥയിൽ ആയിരിക്കുമ്പോഴാണ് ഈ സഹോദരിയുടെ ഭർത്താവും ചേച്ചിയുടെ ഭർത്താവാണ് അന്ന് ഗാന്ധിപുരത്ത് അന്ന് നമ്മുടെ ഒരു ഏകദിന കൺവെൻഷൻ കഴിഞ്ഞ് February എത്രാം തീയതി ആയിരുന്നു? February 2 ഏകദിന കൺവെൻഷൻ ഉണ്ടായിരുന്നു. അന്ന് അവര് അവിടെ വന്ന് ഇക്കാര്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. വേറൊരു ചേച്ചിയും പ്രാർത്ഥിച്ചു. ഇവര് പ്രാർത്ഥിച്ചിട്ട് വന്നു. പക്ഷെ ആ ചേച്ചി ലാസ്റ്റ് വരെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ചേച്ചിയാ പറഞ്ഞത്, ബ്രദറ് പ്രത്യേകം വിളിച്ച് പറഞ്ഞായിരുന്നു ധ്യാനത്തില്, ഇന്ന് പ്രസവിച്ച കുഞ്ഞിന് ബ്രെയിനിൽ അറ്റാക്കായി ഇരിക്കുന്ന കുഞ്ഞിനെ ദൈവം തൊട്ട് പൂർണ്ണമായി സുഖമാക്കി പറഞ്ഞ് ദൈവം ബ്രദർ പറഞ്ഞു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ ദിവ്യകാരുണ്യ ആരാധനയിൽ കർത്താവിൻ്റെ സന്ദേശമുണ്ടായത് ഇങ്ങനെ ഒരവസ്ഥയിലായിരിക്കുന്ന കുഞ്ഞിനെ കർത്താവ് സൗഖ്യമാക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. അത്ഭുതം നടക്കുകയാണ്. ഗർഭപാത്രത്തിൽ വെച്ച് മരിച്ചു എന്ന് പറഞ്ഞ ഈ കുഞ്ഞാണ് അല്ലേ? ഈ കുഞ്ഞിന് കർത്താവ് ജീവൻ കൊടുത്തു. ആ കുഞ്ഞിനെ പൂർണ്ണ ആരോഗ്യത്തോടെ ഇവർക്ക് നൽകി എന്ന സാക്ഷ്യമാണ് ഇവിടെ പങ്കുവെക്കുന്നത്. കരമടിച്ചു കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്താമോ? ഇത് യേശു ചെയ്ത പ്രവൃത്തിയാണ്. യേശുവിന് മഹത്വം. ഹല്ലേലൂയ. ഡോക്ടർ പറഞ്ഞ് ജീവൻ കിട്ടി, പക്ഷെ കണ്ണ് മാത്രം തുറന്നുണ്ടാവുള്ളൂ, കൈകാൽ അണക്കുണ്ടാവില്ല, പിന്നെ മറ്റേ കുട്ടീനെ പോലെ ഒരു നോർമൽ ലൈഫ് ഉണ്ടാവില്ല എന്നാ പറഞ്ഞ കുട്ടിക്ക്. അതായത് ഈ കുഞ്ഞിന് ഒരു നോർമൽ ലൈഫ് ഉണ്ടാവത്തില്ല എന്നാണ് ജനിച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ബ്രദർ പറഞ്ഞ് പിന്നെയാണ് ഒരു 24 മണിക്കൂർ സമയം തന്നായിരുന്നു. അപ്പോഴാണ് ബ്രദർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ. അപ്പൊ തന്നെ ഡോക്ടർ ഞങ്ങൾ വിളിച്ചു ബ്രദർ പറഞ്ഞതിന് ശേഷം. അപ്പൊ കുട്ടിക്ക് ജീവൻ കിട്ടി, പക്ഷെ ബാക്കിയുള്ള കുട്ടികളെ പോലെ ഒരു നോർമൽ ലൈഫ് ഉണ്ടാവില്ല അവനെന്നാ പറഞ്ഞത്. പക്ഷെ ഇപ്പൊ എല്ലാറ്റിനും കാട്ടിലും ഇവനെ കാട്ടിലും അവനാണ് നല്ല ഈ കുഞ്ഞിന്റെ പേരെന്താ? ഇവന്റെ പേര് ആനോൺ, അവന്റെ പേര് ആരോൺ.
ആനോണും ആരോണും 2 കുഞ്ഞുങ്ങളെ കർത്താവ് തന്നു. 5 വർഷത്തിന് ശേഷം കർത്താവ് അനുഗ്രഹിച്ച് നൽകിയ ഈ കുഞ്ഞുങ്ങളാണ്. കർത്താവിന് ഒത്തിരി നന്ദി. ഇത് എത്രയോ വലിയ സ്നേഹമാണ് ഈശോയുടെ, അല്ലേ? സന്തോഷമായോ? ആയി. ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പം എത്ര മാസമായി? 11 മാസമായി. നമുക്കെല്ലാവർക്കും വലതുകരം ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഈ കുഞ്ഞുങ്ങളെയും ഈ സഹോദരിമാരെയും ഒക്കെ ഒന്ന് അനുഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. കുഞ്ഞുങ്ങൾ എന്നും അനുഗ്രഹമായി തീരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് സഭയോട് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെയും ഈ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.